വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഒരു ആളുടെയൊക്കെയോ കുറച്ച് കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാശ് കൊടുക്കാതെ എനിക്ക് NDAയുടെ ഭാഗമായിട്ട് വന്നാൽ അവർ പ്രശ്നങ്ങളും മറ്റും ഉണ്ടാക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപ എനിക്ക് വേണം എന്നാണ് അവർ പറയുന്നത്. ഞാനിപ്പോൾ കുറേ ദിവസമായി ഇതിൻ്റെ വഴി ഇങ്ങനെ ഓടി നടക്കാം, 5 പൈസ കയ്യിലില്ല. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ നമ്മളൊരു പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഉള്ളതിൽ. അല്ല നമുക്ക് എന്തെങ്കിലും അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് പൈസ കൂടി നമുക്ക് തരണം. കാരണം നമ്മുടെ പാർട്ടിയുടെ വർക്കിനാണ്, അല്ലാതെ പേഴ്സണലി അല്ല പറയുന്നത്. അപ്പൊ അതൊരു സാറിന് തോന്നുന്നു ഇതില് അതെന്താണ് സാർ പറഞ്ഞു, നമ്മൾ എവിടെയാണ് വരേണ്ടത്? അതിന് മുന്നേ കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത്. 7-ാം തീയതി 6-ാം തീയതി വന്നോട്ടെ, 6-ാം തീയതി ഞാൻ നേരിട്ട് കൈ കൊടുക്കാം, നിങ്ങളത് വന്നോ. അപ്പൊ പിന്നെ 7-ാം തീയതി വന്നാൽ മതി. അല്ലെങ്കിൽ പിന്നെ അതിനുശേഷം അതൊരു പൈസ ഡീലിങ് ഇലക്ഷൻ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടക്കലൊന്നും നടക്കില്ല. അല്ല, ഒരു സാർ ഒരു കാര്യം കൂടി ഞാൻ അതിൻ്റെ അടുത്ത് പറയാം. 6-ാം തീയതി അങ്ങനെയാണെങ്കിൽ നമ്മൾ പത്രസമ്മേളനം വിളിക്കാം എന്നാണ് വിചാരിക്കുന്നത്. 6-ാം തീയതി രാവിലെ വന്നോ, ഞാൻ പൈസ അങ്ങനെ അതാണ് വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 7-ാം തീയതി നമുക്ക് അങ്ങോട്ട് കയറാമല്ലോ, എറണാകുളത്ത് വെച്ച് തന്നെ പത്രസമ്മേളനം വിളിക്കാം. അല്ല, 6-ാം തീയതി തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു സ്റ്റേ ചെയ്താൽ മതി. അവിടെ തന്നെ ഞങ്ങളൊക്കെ 6-ാം തീയതി തിരുവനന്തപുരത്ത്. അതെയോ? എന്നാ അവിടെ തന്നെ എന്നാല് നമുക്ക് പിന്നെ പ്രസ് ക്ലബ് മീറ്റിംഗ് വിളിക്കാലോ അല്ലേ? രാവിലെ എത്തിക്കോളൂ. എവിടെയാണ് NIA? എവിടെയാണ് CBI? എവിടെയാണ് എൻഫോഴ്സ്മെന്റ്? ഒരാളുടെയും കാറുകൾ കേരളത്തിൽ കാണാനേ സാധിക്കുന്നില്ല. ഇത്തരം അന്വേഷണ ഏജൻസികൾ ഇന്ത്യയിൽ തന്നെയുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയാണ് മലയാളി സമൂഹം. BJP ഈ രാജ്യത്തെ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ പച്ചയായ ഒരു തെളിവ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. സുരേന്ദ്രൻ പറഞ്ഞത് കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു തരത്തിലും ബന്ധമില്ല എന്നുള്ളതാണ്. അതായത് ഈ പണം വന്നതൊക്കെ ഞങ്ങൾ ചിലവഴിച്ചിട്ടുള്ളത് ഡിജിറ്റലായിട്ടാണ്. അതായത് എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക്, അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക്, അതായത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ വ്യാപാരികളുടെ അക്കൗണ്ടിലേക്ക്, അതല്ലാതെ കൈമാറിയിട്ടില്ല ഞങ്ങൾ ഒരു പണവും എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. പക്ഷേ സുരേന്ദ്രൻ ആകെ പെട്ടിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന ഓഡിയോ ക്ലിപ്പ് തന്നെയാണ് സുരേന്ദ്രന്റെ പേരിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ആദിവാസി നേതാവായിട്ടുള്ള പ്രസീതയും സുരേന്ദ്രനും സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പ്രസീത തന്നെ പുറത്തുവിട്ടതോടുകൂടി കാര്യങ്ങളാകെ അപകടത്തിലായിരിക്കുകയാണ്. അതായത് വയനാട്ടിലെ ആദിവാസി നേതാവായിട്ടുള്ള CK ജാനുവിനെ BJP സ്ഥാനാർത്ഥിയാക്കി നിർത്താനും CK ജാനു പുതിയതായി രൂപീകരിച്ച പാർട്ടിയെ NDAയുടെ ഭാഗമാക്കി നിർത്താനുമുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പ്രസീതയുടെ നിർദ്ദേശപ്രകാരം സുരേന്ദ്രൻ 10 ലക്ഷം രൂപ തിരുവനന്തപുരത്ത് വെച്ച് നൽകാമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് പ്രസീതയുടെ പേരിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഓഡിയോ ക്ലിപ്പ് നിഷേധിക്കാൻ പറ്റാത്ത ഒരു തെളിവായി മാറുമ്പോൾ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള BJP ആകെ ആശങ്കയുടെ മുൾമുനയിൽ തന്നെയാണ്. അതായത് ഈ കുഴൽപ്പണം കേരളത്തിലെത്തിയിട്ടുണ്ട്. ആ എത്തിയ പണത്തിൽ നിന്ന് ഒരു വിഹിതം മാത്രമാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് ചിലവാക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സുരേന്ദ്രൻ അടങ്ങുന്ന നേതാക്കന്മാരുടെ പോക്കറ്റിലേക്ക് എത്തി എന്നുള്ള വിഷയം BJP-ക്കാർക്കിടയിൽ തന്നെ ചർച്ചയായി നിൽക്കുമ്പോൾ കൃത്യമായ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ സുരേന്ദ്രൻ അകത്തു പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും CK ജാനുവും പ്രതിരോധത്തിലായിരിക്കുകയാണ്. CK ജാനുവിന് വേണ്ടിയിട്ട് പ്രസീത ഓഡിയോയിലൂടെ സുരേന്ദ്രനോട് പണം ചോദിക്കുന്നത് വ്യക്തമായി ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് CK ജാനു ഇടക്ക് NDAയുമായി അകന്നിരുന്നു. ഈ കാലയളവിൽ CK ജാനു ഇടതുപക്ഷത്തോടൊപ്പം സഹകരിച്ചു പോയി എന്നുള്ളത് മറ്റൊരു സത്യമാണ്. പക്ഷേ അതിനിടയിലാണ് CK ജാനുവിനെ വലയിലാക്കാൻ സുരേന്ദ്രൻ ശ്രമിക്കുന്നത്. ആ ശ്രമം വിജയിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഈ ഓഡിയോ ക്ലിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. എന്തായാലും അമിത്ഷാ അടങ്ങുന്ന കേന്ദ്ര നേതാക്കന്മാർ വരെ പെട്ടുപോകേണ്ട ഒരു കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിശബ്ദരായി നിൽക്കുന്നത്
ഞെട്ടലോടുകൂടിയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.